ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ +2 പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ 2026 പരീക്ഷ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കേരളത്തിലെ മൊത്തം 4.5 ലക്ഷത്തോളം കുട്ടികളാണ്. എത്രയാണ്? 4.5 ലക്ഷത്തോളം കുട്ടികളുടെ റിസൾട്ടാണ് ഈ കഴിഞ്ഞ മെയ് 26 നമ്മുടെ റിസൾട്ട് പുറത്തു വന്നത്, അല്ലേ? പെരുന്നാളിൻ്റെ മുൻപായിട്ട് നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പറയുന്ന 2024 SSLC പരീക്ഷ, 2024 SSLC പരീക്ഷ എഴുതി അതിനുശേഷം 2026 +2 പരീക്ഷ എഴുതിയ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 2024 100% വിജയമായിട്ട് പാസ്സായിട്ട് വന്ന പല കുട്ടികളും +2 പാസ്സായിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 77.97% ആണ് ആകെ പാസ്സായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം, അതായത് 78% ആൾക്കാർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് പച്ചയായ സത്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിവിടെ പച്ചയായ സത്യങ്ങൾ എന്ന് പറയാൻ കാരണം, നിങ്ങളോട് ചിലപ്പോൾ ആരും പറഞ്ഞു തരാത്ത എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് നിർബന്ധപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കാര്യം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2x വീഡിയോ പ്ലേ ചെയ്യാം, പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് കണ്ടരും മനസ്സിലാക്കണം. അപ്പോൾ കുറച്ച് സത്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ 2026 നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് എഴുതിയ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം കുട്ടികളാണ്. ഈ 4.5 ലക്ഷം കുട്ടികൾ +2 പരീക്ഷ എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, അതിൽ പാസ്സായിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ വെറും 3.5 ലക്ഷം കുട്ടികളാണ്. എത്രയാണ്? 3.5 ലക്ഷം കുട്ടികളാണ് ഏകദേശം പാസ്സായിട്ടുള്ളത്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ബാക്കി വരുന്ന 1 ലക്ഷത്തോളം കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? അവരാണ് +2 ഫെയിലായ കുട്ടികൾ. നിങ്ങൾ നോക്കേണ്ട കാര്യം, 4.5 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് അതിൽ 1 ലക്ഷത്തോളം കുട്ടികൾ ഫെയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1/5 ഭാഗം, അല്ലെങ്കിൽ 22% ആൾക്കാർ, 22% ആൾക്കാർ ഏകദേശം ഫെയിലായ ആൾക്കാരാണ്. അതായത് +2 പരീക്ഷ തോറ്റുപോയ ആൾക്കാർ, അല്ലേ? അതെത്ര വരും? ഏകദേശം നമ്മുടെ 1 ലക്ഷത്തോളം കുട്ടികൾ ഇത്രയും എണ്ണം വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഇവർ തോറ്റുപോയത്? ഞാൻ പറയാം. നിങ്ങൾക്ക് +2 പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എത്രയാണ്? 6 സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്, അല്ലേ? അതിൽ ഒരുപക്ഷെ ഒരു വിഷയം തോറ്റാളുണ്ടാവും, 2 വിഷയമാവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, അല്ലെങ്കിൽ എല്ലാ വിഷയം തോറ്റാളാം. നിങ്ങൾ എത്ര വിഷയം തോറ്റാലും ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സംഗതിയാണ് ആക്ച്വലി നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട സേ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, സേ എക്സാം എന്താണെന്നുള്ള കാര്യം ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പരീക്ഷയിൽ മൊത്തം പാസ്സായിട്ടുള്ളത് 77.97% ആൾക്കാരാണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത്, അതിൽ തന്നെ ആകെ പാസ്സായിട്ടുള്ള കുട്ടികൾ തന്നെ A+ കിട്ടിയ ആൾക്കാർ, അതായത് 3.5 ലക്ഷം കുട്ടികൾ പാസ്സായെടുത്ത് അതിൻ്റെ 10% പോലും, അതായത് 10% പോലും ആളുകൾക്ക് എന്തില്ല, A+ കിട്ടിയില്ല. എന്താണ്? 10% താഴെയാണ് A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം. അതായത് വെറും 30,000 കുട്ടികൾ, 30,561, അല്ലേ? 3.5 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 35,000 വേണ്ടേ? അതുപോലും എന്തില്ല, +2 A+ വാങ്ങിയ കുട്ടികളില്ല. അതായത് 10% പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമാണ് A+ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ മോശമാണെന്നാണ് പറഞ്ഞത്? അല്ല, അവിടെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സബ്ജക്റ്റ് മാർക്ക് കുറഞ്ഞതോ നമ്മൾ തോറ്റുപോയതായിരിക്കും, അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായിട്ടുള്ളത് ഈ പറഞ്ഞ സയൻസ് സ്ട്രീമിലാണ്. അവിടെ പാസ്സായിട്ടുള്ളത് ഏകദേശം ഒരു 84%. അതായത് ഫെയിൽഡ് ആയിട്ടുള്ള എത്ര പേരാണ്? ഒരു 15% ആൾക്കാരാണ് നമുക്ക് പറയാം. അതുപോലെ കൊമേഴ്സിലേക്ക് വരുമ്പോൾ അത് എത്രയായി? 25% കൂടുന്നു. ആൻഡ് ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ അത് വീണ്ടും കൂടി 33% ആൾക്കാരോളം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഈ പറയുന്ന ഓരോ സ്ട്രീമിലേക്ക് മാറുന്തോറും ടോട്ടലായിട്ട് പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന സയൻസിലെ പോലെയല്ല, കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും A+ വാങ്ങിയ കുട്ടികളുടെ എണ്ണം വളരെ 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 കുറവാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അവസരമാണ് സേ എക്സാം എന്ന് പറയും, അല്ലേ? ആക്ച്വലി ഈ സേ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തറിയോ, സേവ് എ ഇയർ എന്നാണ്. അതായത് നിങ്ങളുടെ അക്കാഡമിക് ഇയറിലെ ഒരു വർഷത്തെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് രക്ഷപ്പെടുത്തണം. അതായത് നമുക്ക് ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കും. എങ്ങനെ ഈ ഒരു വർഷം നഷ്ടപ്പെടുക? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ +1ലെയും +2ലെയും പരീക്ഷയിൽ നിങ്ങൾക്ക് ആകെ വേണ്ട മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ ഒരു സബ്ജക്റ്റ്, നമ്മുടെ എക്കണോമിക്സ് എടുക്കാം, 160 മാർക്ക് എഴുതിയിട്ടും അതുപോലെ 40 മാർക്ക് ഇൻറ്റേണലും, അങ്ങനെ ആകെ മൊത്തം 200 മാർക്കാണ് ഈ 2 വർഷം കൊണ്ട് ഉണ്ടാവുക. ഇതിൽ 160 മാർക്ക് 2 വർഷം കൊണ്ട് 80 മൊത്തം 160 ആണല്ലോ. അതിൽ നിങ്ങൾ നേടേണ്ട മാർക്ക് എഴുതി 2 വർഷം കൊണ്ട് വാങ്ങേണ്ടത് 48 മാർക്കും, അതോടൊപ്പം നിങ്ങളുടെ സി മാർക്ക് ഒരു 12 മാർക്കും. അപ്പോൾ എത്രയായി? ഈ പറയുന്ന 48ഉം 12ഉം ഏകദേശം 60 മാർക്കാണ് നിങ്ങൾ എന്തിൻ്റെ 2 വർഷം കൊണ്ട് നിങ്ങളുടെ +1ഉം അതേപോലെ തന്നെ നിങ്ങളുടെ +2ഉമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്കാണ് പറഞ്ഞത്
60 മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് 60 മാർക്ക് എഴുതി കിട്ടിയതാണോ വേണ്ടത്? അല്ല, അതിൽ 48 മാർക്ക് മാത്രം മതി നമ്മൾ എഴുതി വാങ്ങാൻ. അപ്പോൾ നിങ്ങളുടെ +1 നിങ്ങളിപ്പോൾ വാങ്ങിയിട്ടുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ 20 മാർക്കാണെന്ന് വിചാരിക്കും. ഇനി അപ്പോൾ നിങ്ങൾക്ക് +2 എത്ര മാർക്ക് വേണ്ടിയിരുന്നു? 28 മാർക്ക് വേണം അല്ലേ? പക്ഷേ പരീക്ഷയിൽ നിങ്ങൾക്ക് 28 മാർക്ക് കിട്ടിയില്ല. പിന്നെ എത്ര കിട്ടിയത്? നമ്മുടെ പരീക്ഷ നമുക്ക് കിട്ടിയത് ഒരു 20 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോഴും നിങ്ങൾക്ക് തോൽവിയാണ് സംഭവിക്കുന്നത് അല്ലേ? എത്ര മാർക്കിന് തോൽവി? 8 മാർക്കിൻ്റെ ഷോർട്ടേജ് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് തോൽവിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ +2 നിങ്ങളുടെ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് സേ പരീക്ഷ, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ +2 പരീക്ഷ നിങ്ങൾ കഴിഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മുടെ +2 പരീക്ഷയിൽ കുറച്ച് നമ്മുടെ പരീക്ഷയുടെ ബന്ധപ്പെട്ട് പരാജയപ്പെട്ട കുട്ടികളുടെ കുറച്ച് ഡാറ്റ ഞാൻ കാണിച്ചു തരാം. നിങ്ങളോട് നോക്കിക്കോളൂ. ഇവിടെ റെഡ് കളറും അതേപോലെ തന്നെ ബ്ലൂ കളറും ഉണ്ടാവും. ഇതിൽ ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ 2026 മാത്രം പരാജയപ്പെട്ട കുട്ടികളാണ്. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരാജയപ്പെട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷാണ്. എത്ര കുട്ടികളാണ് പരാജയപ്പെട്ടില്ല നോക്കിയേ. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ A+ വാങ്ങിയ ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇംഗ്ലീഷിൻ്റെ അടുത്തേക്ക് തന്നെ ഉത്തരമെത്തും. അപ്പോൾ ഇംഗ്ലീഷിന് 36,000 കുട്ടികൾ കഴിഞ്ഞ വർഷം തോറ്റിട്ടത്. പക്ഷെ അത് ഈ വർഷം കുറഞ്ഞു. എത്രയായിട്ടാണ് കുറഞ്ഞ്? 35,000. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണല്ലേ, കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ബെറ്ററായിട്ട് കുറച്ച് പേര് കുറവുണ്ട് എന്ന് നമുക്ക് പറയാം. ഏകദേശം ഒരു 1000 പേരെന്ന് പറയാം. എന്നാൽ രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ നോക്കിക്കോളും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്കണോമിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ്, സയൻസിലുണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ബയോളജി ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സോഷ്യോളജി, മലയാളം, ജോഗ്രഫി, മലയാളം, ദെൻ കമ്പ്യൂട്ടർ സയൻസ്, ഹിന്ദി, അറബിക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കുറച്ച് കുട്ടികൾ തോറ്റിട്ടുള്ള വിഷയമാണ് അറബിക് എന്ന് പറയുന്നത് അല്ലേ. 41 കുട്ടികൾ മാത്രമേ ഈ വർഷം തോറ്റിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏകദേശം 1 ലക്ഷം കുട്ടികൾ വരുന്നതിൽ ഈ പറയുന്ന 1 ലക്ഷം കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റുള്ള സബ്ജക്റ്റ് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷാണ്. പക്ഷേ എക്കണോമിക്സിൻ്റെ മാത്രം പ്രത്യേകത നിങ്ങൾ നോക്കിക്കോ. കഴിഞ്ഞ വർഷം നമ്മുടെ എക്കണോമിക്സിൻ്റെ പരീക്ഷയിൽ ആകെ തോറ്റുള്ള കുട്ടികൾ 23,000 കുട്ടികളാണ്. 23,000 കുട്ടികൾ. ഈ വർഷം സ്വാഭാവികമായിട്ട് മറ്റ് ഇംഗ്ലീഷിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറയണം അല്ലേ, 20,000 ഒക്കെ കുറയണം. പക്ഷേ നമ്മുടെ ഇവിടെ എന്ത് ചെയ്തു? പരീക്ഷയുടെ ഡാറ്റ നമ്മൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 31,000 ആൾക്കാർ. നിങ്ങൾ നോക്കി, 23,000 ആൾക്കാർ തോറ്റ പരീക്ഷയാണ് കഴിഞ്ഞ വർഷം നടന്നതെങ്കിൽ ഈ വർഷം അതെന്ത് ചെയ്തു? 31,000 ആൾക്കാർ പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നമ്മുടെ എക്സാം എന്തായിരുന്നു? കുറച്ച് സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞാൽ നമ്മുടെ എക്സാം സ്റ്റാൻഡേർഡ് എക്സാം ആയിരിക്കും വരിക. നമുക്ക് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും പഠിക്കാത്ത ഒരാൾ തോറ്റു പോകുന്നുള്ള അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന 8,000-ഓളം കുട്ടികൾ നിങ്ങൾ നോക്കുക, ഏകദേശം 8,000-ഓളം കുട്ടികൾ കൂടുതലായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ സബ്ജക്റ്റിൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ തോറ്റിട്ടുണ്ട്. എന്താ കാരണം? നമ്മുടെ എക്സാം സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എക്കണോമിക്സിൽ കഴിഞ്ഞ വർഷം ആകെ തോറ്റുള്ള എത്ര കുട്ടികളാണ്? 23,000 കുട്ടികൾ. 23,000 കുട്ടികൾ. പക്ഷേ ഈ വർഷം വന്നപ്പോൾ എത്രയായി? 31,000 കുട്ടികളായിട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന 8,000 കുട്ടികൾ പുതുതായിട്ട് തോക്കാൻ കാരണം നമ്മുടെ എക്സാം സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അല്ലേ. ഇതൊരു പക്ഷേ നിങ്ങളുടെ 2026 നിങ്ങളുടെ പരീക്ഷയ്ക്ക്, മാർച്ചിലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എക്കണോമിക്സ് ടഫ് ആയിരിക്കും. അപ്പോൾ ആ എക്കണോമിക്സ് ടഫാകുന്ന പരീക്ഷ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? 3 കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടാവും. ഒന്നാമതായിട്ട് നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ, സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്ന കാര്യം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസും കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നിങ്ങൾ എന്തുണ്ടാവും? മാരത്തൺ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടാവും അല്ലേ. മാരത്തൺ ക്ലാസ് കണ്ടിട്ടുണ്ടാവും. ഇത് 3ഉം ചെയ്തിട്ടും നിങ്ങളുടെ റിസൾട്ട് എന്തായി? +2 2026 പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഫെയിൽഡ് എന്ന റിസൾട്ടിലാണ് എത്തിയത്. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രിപ്പറേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് 2 വർഷം കൊണ്ട് 48 മാർക്ക് വാങ്ങേണ്ട നമ്മൾ എന്ത് ചെയ്തില്ല? ആ 48 മാർക്ക് നമ്മളെ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റാതെ വന്നു അല്ലേ. എങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരൊറ്റ ഓഫർ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേ പരീക്ഷയിൽ ഈ പറഞ്ഞ സേ എക്സാമിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നിലവാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ കാരണം പറയാം. നിങ്ങളുടെ സേ എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ, ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. അത് മാത്രം നിങ്ങൾക്ക് സേ എക്സാമിന് എന്താ വേണ്ടത്? 48 മാർക്ക് സ്കോർ ചെയ്യണോ? അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടെക്നിക്ക്, അതിൻ്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്ന നിങ്ങളുടെ 3 സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്? സെൽഫ് പ്രിപ്പറേഷൻ, യൂട്യൂബ് വീഡിയോസ് ആൻഡ് മാരത്തൺ. ഇത് 3ഉം എന്തായിരുന്നു? ഫെയിലായി പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടത് പാസ്സാവാൻ കൂടിയാണ് അല്ലേ. അപ്പോൾ ഈ പാസ്സാവാൻ ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അത് ഞാൻ എന്ത് ചെയ്യാം? അത് ഞാൻ നിങ്ങളുടെ കൂടെ തരാം. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്തുകൊണ്ടാണ് സേ എക്സാം എന്ന് മനസ്സിലാക്കുന്നത്.
നിങ്ങൾ മനസ്സിലാക്കുക, ഈ വർഷം നടക്കുന്ന പ്ലസ് ടുവിലെ മാർച്ച് മാസത്തിലെ പരീക്ഷയിൽ എന്ത് ചെയ്തു, നിങ്ങൾ ഫെയിലായി അല്ലെ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ജൂൺ മാസം 2026 ജൂൺ മാസം 29-ാം തീയതി മുതൽ ജൂലൈ വരെ നീണ്ടെടുക്കുന്ന നമ്മുടെ സേ എക്സാമിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഈ സേ എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്തു, പരാജയപ്പെട്ടു എന്ന് വിചാരിക്കും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? സിമ്പിൾ ആണ് കാര്യം, ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പരീക്ഷ എഴുതേണ്ടി വരും. 2027 മാർച്ച് മാസം നിങ്ങൾക്ക് +2 എഴുതി പാസ്സാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, +1 എഴുതേണ്ടി വരും, അതേപോലെ +2 എഴുതേണ്ടി വരും. വെറും +2 മാത്രം എഴുതിയാൽ പോരാ. ഒരേ സമയം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, +1 എഴുതേണ്ടി വരും, അതുപോലെ +2 എഴുതേണ്ടി വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, 2 വർഷത്തെയും ബുക്കുകൾ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിട്ട് ഒരൊറ്റ വർഷം 2027 നിങ്ങൾ പരീക്ഷ എഴുതേണ്ടി വരും അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന സ്റ്റുഡൻസ്, അതായത് ഈ വർഷത്തെ സേ പരീക്ഷ, ജൂണിൽ നടക്കുന്ന സേ പരീക്ഷ പോലും പാസ്സാകാൻ പറ്റാത്ത സ്റ്റുഡൻസ് നമ്മൾ വിളിക്കുന്നവരാണ് കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് എന്നാണ് വിളിക്കുക. അപ്പൊ നിങ്ങൾ ഈ കമ്പാർട്ട്മെന്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ 1 ഇയർ നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട വർഷമാണ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത്. അപ്പോൾ ആ ഒരു വർഷം നഷ്ടമാവാതെ അത് സേവ് ചെയ്യാനുള്ളതാണ് സേ പരീക്ഷ. സേവ് എ ഇയർ എന്ന് പറയുന്ന സംഭവമാണ്, അതാണ് സേ പരീക്ഷ. അപ്പോൾ ഈ സേ എക്സാമിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നില്ല എങ്കിൽ അതിൻ്റെ അതിൻ്റെ നിങ്ങളെ തന്നെയാണ് ബാധിക്കുക. കാരണം നിങ്ങളുടെ ഒരു വർഷം പോകും. അത് മാത്രമല്ല, ഇനി അഥവാ നിങ്ങൾ +2 എഴുതി പാസ്സാവണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വരും, +1 ഓൾറെഡി പാസ്സായിട്ട് പോലും നിങ്ങളത് വീണ്ടും എഴുതേണ്ടി വരും, +2 എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഈ പറയുന്ന ജൂണിൽ നടക്കാൻ പോകുന്ന നമ്മുടെ പരീക്ഷ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ച് പാസ്സാവുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ എന്തെങ്കിലും ഏറ്റവും നന്നായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ പറയുന്നു 48 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. 48 മാർക്ക്. അപ്പോൾ ചോദിക്കും, സാറേ അതൊക്കെ പാടെ പഠിക്കാൻ എന്നെ കൊണ്ട് കഴിയും, ഞാൻ വളരെ സ്ലോ ആയിട്ടുള്ള ഒരാളാണ്. വേണ്ട, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാത്രമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണമെന്നില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ആകെ പറയാനുള്ള കാര്യം ഒരു 8 കാര്യങ്ങൾ പറയാനുണ്ട്. 8 കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഞാനോട് പറഞ്ഞു വെച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നിങ്ങൾക്ക് സേ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സേ എക്സാം നടക്കാൻ പോകണേ. ഈ സേ എക്സാമിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ച് പാസ്സാവേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെന്ന കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം. കാരണം എന്താ പറയുക, ഒരു വർഷമാണ് പോകുന്നത്. അത് മാത്രമല്ല, അടുത്ത വർഷം പരീക്ഷ എഴുതുമ്പം +1 ഇതിൻ്റെ കൂടെ എഴുതേണ്ടി വരും. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ +2 നല്ല മാർക്ക് പാസ്സാവണമെങ്കിൽ നിങ്ങളുടെ അതോടുകൂടി തീർന്നു ഈ ഒരൊറ്റ പരീക്ഷ കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ +2 കംപ്ലീറ്റ് നിങ്ങൾക്ക് പാസ്സായെടുക്കാം. അപ്പോൾ അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ അത്രയും വലിയൊരു അവസരം കിട്ടുമ്പോൾ അത് അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പറയുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള രജിസ്ട്രേഷൻ ലിങ്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ജോയിൻ എന്ന് പറഞ്ഞ ബട്ടൺ, ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, അടുത്ത ഭാഗത്തേക്കും അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അബ്സല്യൂട്ട് ഞാൻ പറയാം, ഇത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണോ അതോ ഈ പറഞ്ഞ സേ എക്സാം ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എഴുതാൻ പോകുന്ന സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഒരു പക്ഷേ ഒരാൾക്ക് 2 സബ്ജക്റ്റ്, ഒരാൾക്ക് 3 സബ്ജക്റ്റ്, ഒരാൾക്ക് ഒരൊറ്റ സബ്ജക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സേ പരീക്ഷ ചെയ്യുന്നത്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ 6ാമതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ഓപ്ഷൻ എടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ എഡ്യൂപോർട്ട് ആപ്പ് നേരെ ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് പഠനം ആരംഭിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന ഗ്യാരണ്ടി വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നു 48 മാർക്കാണ്. ഈ 48 മാർക്ക് ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് പഠിക്കാൻ തയ്യാറായി മാത്രം, ഞാൻ പറയുന്നു പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിലെ 2026 മുതൽ 2027 വരെയുള്ള 1 ഇയർ അല്ലേ, ഈ ഒരു വർഷം എന്താവരുത്, നിങ്ങൾക്ക് മിസ്സാവരുത്. അങ്ങനെ മിസ്സാവാതിരിക്കണമെങ്കിലാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സേ എക്സാം ജൂണിൽ നടക്കുന്ന ഈ പറയുന്ന സേ എക്സാം ഉണ്ടല്ലോ, സേ എക്സാം അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പരീക്ഷ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാസ്സാൻ പറ്റും. അപ്പോൾ അതിനുള്ള എല്ലാ വഴികളും ഞാൻ തുറന്നുതരാം. മറക്കണ്ട, നമ്മുടെ കേരളത്തിൽ 4.5 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയിൽ 30,000-ഓളം കുട്ടികൾ എന്നല്ല പറഞ്ഞത്, 31,000 കുട്ടികൾ, ഏകദേശം ഇംഗ്ലീഷിൽ 35 ആണെങ്കിൽ അതിൻ്റെ അത്ര തന്നെ വരുന്ന 31,000 കുട്ടികൾ പരീക്ഷ എഴുതി തോറ്റിട്ടുള്ള വിഷയമാണ് എന്ത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ വർഷം കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാ സബ്ജക്റ്റിലും വന്നെങ്കിലും എക്കണോമിക്സിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിന് കാരണം എക്കണോമിക്സിൻ്റെ എക്സാം അത്രയും സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സമയം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിശ്ചയിക്കുക. അതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ എക്സാമിനെ കുറിച്ചാണ്. നമ്മുടെ സേ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ, ജൂൺ 29 മുതലാണ്.
ജൂലൈ 3 വരെയാണ് നമ്മുടെ പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ യഥാക്രമം പറയുന്ന സമയം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ മെയ് 29 മുതൽ 6 ദിവസമാണ്. 29, 30, 31, 1, 2, 3. ഓക്കെ, അതായത് ജൂൺ 3 വരെയാണ് നമുക്ക് സമയമുള്ളത്. ഈ ജൂൺ 3 വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം, വിട്ടു പോകരുത്. കാരണം നമ്മുടെ ലൈഫിലെ 1 ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടു പോകരുത്. അപ്ലൈ ചെയ്യാൻ മറക്കരുത്, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. പരീക്ഷയുടെ ഡേറ്റ് മറക്കണ്ട. ജൂൺ 29 തുടങ്ങും, ജൂലൈ 3 അവസാനിക്കും. ഏകദേശം ഒരു മാസത്തോളം നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്കിൽ പാസ്സാകും. യാതൊരു നാണക്കേടും ഇല്ലാതെ നിങ്ങളുടെ +2 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ സൽസബിൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ.